ജിമ്മി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. ജിമ്മി ജെയിംസ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോൺ ഈ 8 ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും ഓൺ ആയിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്റ്റീവ് ആകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയായിട്ടാണോ കരുതേണ്ടത്? നിയമപരമായി മുന്നോട്ട് പോകും, സത്യം തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടും മറ്റൊരു പ്രതികരണം രാഹുലിൽ നിന്ന് ഒരിടത്തും വന്നിട്ടുമില്ല. പാർട്ടിയുടെ മുന്നിൽ ഇപ്പോൾ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:25 വരെയുള്ള ഒരു പൊസിഷനിലാണോ ഇനിയും ഒരു ഫൈറ്റിന്? ജിമ്മി ജെയിംസ്. സുജിയ, കഴിഞ്ഞ 8 ദിവസമായി പോലീസിനെ വെട്ടിച്ചിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ഓൺ ആകുമ്പോൾ ഫോൺ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട സംശയമാണ്. അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടകം പിടിയിലായി കഴിഞ്ഞു പോലീസിന്റെ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അതാണ് 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ഓണായി മണിക്കൂറുകൾ കഴിയുന്നു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനും പിടികൂടാനുമുള്ള സാഹചര്യം കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പിടിയിലായിട്ടുണ്ട്, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്കലായിരിക്കില്ല ഫോൺ. ഇത് ഏതെങ്കിലും ഒരു സാധ്യതയുണ്ട്. അതെന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായ ഒരു രക്ഷയില്ല. ഒന്നെങ്കിൽ സ്ഥിരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുക എന്നുള്ളതാണ്. അത് നടക്കുന്ന കാര്യമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യാപരമായിരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജാമ്യത്തിലൂടെ ശ്രമിക്കാനുള്ള സാധ്യത, അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങുക, അതുമല്ലെങ്കിൽ SIT രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുക. അത് ഇതിനോടകം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നാണ് സാധ്യതയുള്ളത്. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ഓണായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കഴിഞ്ഞ 8 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ വെട്ടിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ കഴിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചിട്ടില്ലെങ്കിൽ. അതാണ് മനസ്സിലാക്കേണ്ടത് സുജയ. MLA സ്ഥാനം ഒഴിയുന്നതാണ് ഉചിതമെന്ന് KPCC പറയുന്നു. ജിമ്മി ജെയിംസ്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഡിസംബർ മാസം 4-ാം തീയതിയാണ്. കഴിഞ്ഞ ഡിസംബർ 4-ന് സത്യപ്രതിജ്ഞ ചെയ്ത MLA ആണ്. ആ MLAക്ക് ഇനിയും ഡിസംബർ 4 മുതൽ ഇനി അങ്ങോട്ടുള്ള 4 മാസമെങ്കിലും MLA ആയി തുടരാൻ സാധിക്കും, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ. അപ്പോൾ ആ MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നത് കൊണ്ട് രാഹുലിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പാർട്ടിക്ക് വേണ്ടി രാഹുൽ ഈ MLA സ്ഥാനം ഒഴിയുമോ പാർട്ടി പുറത്താക്കിയ സാഹചര്യത്തിൽ? സുജിയ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറിയ മീനില്ല എന്ന് ഇതിനോടകം എല്ലാവരും മനസ്സിലായി കഴിഞ്ഞിട്ടുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റോ പാലക്കാട് നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച MLA മാത്രമല്ല, പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തിന്റെ പിന്തുണയുള്ള വളരെ വലിയ സ്ത്രീപീഡന കേസ് മല പോലെ വന്നിട്ടും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇയാളെ അടുപ്പിക്കാൻ കൂട്ടാക്കാതിരുന്നിട്ടും സ്വന്തമായി ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുകയും കഴിഞ്ഞ 1-2-3 മാസമായി സജീവമായി പൊതുരംഗത്ത് നിൽക്കാൻ പറ്റുകയും ചെയ്ത ഒരു നേതാവിൻ്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊന്നും കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യും, രാഹുൽ മാങ്കൂട്ടത്തിനെ ആരൊക്കെ പേടിക്കണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് ചെയ്യും എന്നത് അതുകൂടി ആശ്രയിച്ചിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കുന്ന നേതാക്കൾ പാർട്ടിയിലുള്ളിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു അവസാന ബാർഗെയിന് ശ്രമിക്കാനുള്ള സാധ്യത ഇതൊന്നും നമുക്ക് കളഞ്ഞുകൂടാ. രാഹുൽ മാങ്കൂട്ടത്തിലും ഇതെല്ലാം ഇപ്പോൾ തന്നെ പൊട്ടിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണ കേസിലെ പെൺകേസിൽ പിടിക്കപ്പെട്ട ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനോ MLA അല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് വെരി വെരി പവർഫുൾ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള നീക്കങ്ങൾ സസ്പെൻസ്ഫുൾ ആയിരിക്കും സുധയ. ആ കാര്യത്തിൽ സംശയം വേണ്ട. അത് എങ്ങനെയായിരിക്കും കളി അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എങ്ങനെ പോകണം ഈ കളി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിശ്ചയിക്കും. ആ കളിയിൽ പെട്ടു പോകുമോ കൂടെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെ വിചാരിക്കണം ഈ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഇനി അടുത്ത നീക്കമെന്നുള്ളത്. ഒരു സാധാരണ കേസിൽ പിടിക്കപ്പെട്ട ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യുന്നത് പോലെ ആവില്ല രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത നീക്കമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, താങ്ക് യു. ജിമ്മി ജെയിംസ് ആണ് വിശദമായ വിശകലനവുമായി നമുക്കൊപ്പം ചേർന്നത്. ടീം